കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ കുരുക്കു മുറുകുന്നു. അപ്പോൾ അങ്ങനെ കുരുക്കു മുറുകുകയാണെങ്കിൽ അതിന് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ചിലരുടെ ഇടപെടലാണെന്നും പറയപ്പെടുന്നു. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ പറയുന്നതിലൊക്കെ? അല്ല, അത് കൂടുതൽ വ്യക്തമാകാനുണ്ട്. എന്തായാലും ഡി കെ ശിവകുമാർ ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഒരു ചർച്ച ഇതുപോലെ നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞു, എണ്ണിക്കോ കർണാടക സർക്കാർ വീഴുകയാണ് എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ പലരും നമ്മളെ വന്ന് കളിയാക്കി കമൻസൊക്കെ. പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ഇരിക്കുന്ന സർക്കാർ വീഴും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ദിവാസ്വപ്നമാണ്. ഇപ്പം കർണാടകയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സർക്കാർ അധികാരത്തിൽ വന്നത് സമയം ഓർക്കുന്നുണ്ടോ? ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ തർക്കമുണ്ടായി. വലിയ തർക്കം എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ നടക്കാതെ സമയം നീണ്ടു പോയി. ഡി കെ ശിവകുമാറിന് ക്ലെയിം ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്മിപുരയിൽ നിന്ന് ഡി കെ ശിവകുമാറിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എടുത്ത ഒരു വിജയമാണ്. സത്യത്തിൽ കർണാടകയിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചത് ഡി കെ ശിവകുമാറാണ്, സിദ്ധരാമയ്യ ഒന്നുമല്ല. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടാണ് കർണാടകക്കാർ സിദ്ധരാമയ്യയുടെ സർക്കാരിനെ വലിച്ചെറിഞ്ഞത്. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ BJPയെ പരാജയപ്പെടുത്തി വീണ്ടും കോൺഗ്രസ് സർക്കാർ വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ BJPയിലെ ചില അന്തഛിദ്രങ്ങളും ഇൻറ്റേർണൽ പൊളിറ്റിക്സും കൊണ്ടാണ്. അതിനു മുമ്പ് BJPക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷത്ത് BJP JDU തമ്മിൽ ജനതാദൾ മറ്റേ ദേവഗൗഡയുടെ പാർട്ടിയും ആയിട്ട് മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ട് കുമാരസ്വാമി വിഭാഗത്തിനെ അടർത്തി എടുത്തിട്ടാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയത്. അത് ജനാധിപത്യത്തിനെ കശാപ്പിക്കുന്ന പണിയായിരുന്നു. പക്ഷെ അന്ന് നാട്ടിലാകെ അത് ജനാധിപത്യമായിട്ട് പറഞ്ഞു. കാരണം BJPയുടെ കൂടെ ഒന്നിച്ച് മുന്നണിയായിട്ട് കുമാരസ്വാമി, ദേവഗൗഡ, ജനതാദൾ മത്സരിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പം കളം മാറി അപ്പുറത്ത് പോയപ്പോൾ ജനാധിപത്യത്തിൻ്റെ വിജയം. എന്നാൽ അവരെയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് BJP പിടിച്ചാൽ കോൺഗ്രസിൻ്റെ കൂടെ പിടിച്ചാൽ ജനാധിപത്യ അട്ടിമറിക്കൽ എന്ന് പറയുന്ന റിസോർട്ട് നാടകങ്ങളൊക്കെ കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇവർ നോക്കുമ്പോൾ, നമ്മൾ പ്രകടമായി നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ തനിച്ച് ഭരിക്കാവുന്ന ഒരു സർക്കാരാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സർക്കാരും കർണാടക സർക്കാരാണ്. ഈ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള നല്ല പിരിവുകാരനുണ്ട്. പിന്നെ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന ഒരു സർക്കാരാണ്. മറ്റ് കോൺഗ്രസിൻ്റെ വലിയ സംസ്ഥാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പം തമ്മിൽ ഭേദം കർണാടക സർക്കാരാണ്. അതുകൊണ്ട് അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്നൊക്കെ കോൺഗ്രസിന് ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുന്നതിനോട് പണ്ടേ ശിവകുമാറിന് താല്പര്യമില്ല. ശിവകുമാർ ഈ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചു പറ്റണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം കാത്തിരിക്കുകയാണ്. തക്കതായ ഒരു സന്ദർഭം വരുമ്പോൾ സിദ്ധരാമയ്യ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയാണ് ശിവകുമാറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനിപ്പോൾ ഒരു സന്ദർഭം വന്നിരിക്കും. ഇപ്പോൾ എന്താ സംഭവം? മൈസൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മൂഡ എന്ന് പറയും. മൂഡയുടെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റുണ്ട്. ഹൗസിംഗ് പ്രൊജക്റ്റിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. മൈസൂർ വികസന അതോറിറ്റി, മൈസൂർ ബാംഗ്ലൂർ കഴിഞ്ഞാൽ കർണാടകയിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നാണ്, പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് മൈസൂർ. അവിടെ മൈസൂരിൻ്റെ വികസനത്തിനായിട്ടുണ്ടാക്കിയിരിക്കുന്ന ലാൻഡ് ഏറ്റെടുക്കുന്നതിനകത്ത് ഒരു ക്രമക്കേട്. അതായത് 14 പ്ലോട്ടുകൾ സിദ്ധരാമയ്യയുടെ ഭാര്യയായ പാർവതിക്ക് മൂടയുടെ പക്കൽ നിന്ന് കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക്. ഏതാണ്ട് 45 കോടി രൂപ നഷ്ടം ഈ ഇടപാടിലുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് മലയാളികളാണോ ഇവരെന്നറിയില്ല, TJ എബ്രഹാം, പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നിങ്ങനെ 3 പേർ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് കൊടുത്തിരുന്നു. ഈ കേസ് ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു, ലോങ് പെൻഡിങ് ആയി കിടക്കുന്ന കേസാണ്. അപ്പോൾ ആ കേസ് പെട്ടെന്ന് ലൈവായി. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണം. അതാണിപ്പോൾ ഗവർണറുടെ മുന്നിലെത്തിയപ്പോൾ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, TC ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. അപ്പോൾ സംഗതി അത്ര നിസ്സാരമൊന്നുമല്ല. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ഇനി അഴിമതി നിരോധന നിയമപ്രകാരം പോലീസ് അല്ലെങ്കിൽ വിജിലൻസ്, പോലീസ് തന്നെയാണ് വിളിച്ചു വരുത്തണം, ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണം, വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി കോടതിയിൽ പോയി ജാമ്യം എടുക്കണം. ഇങ്ങനെ സങ്കീർണമായ ഒരു നിയമപ്രക്രിയയിലേക്ക് സിദ്ധരാമയ്യ വീണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇവർ പറയുന്നത് സിദ്ധരാമയ്യയുടെ വാദങ്ങൾ വളരെ ദുർബലമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. ഓക്കെ, രാഷ്ട്രീയ പ്രേരിതമാണ് ഗവർണറുടെ നടപടി എന്ന് പറയാം. കാരണം ഗവർണർ BJP നിയമിച്ച ആളാണ് ഗവർണർ. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒന്നാമത് പറയും. രണ്ടാമത് എനിക്ക് ഭൂരിപക്ഷമുണ്ട്,
അതും ശരിയാണ്, സാങ്കേതികമായി അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ട്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഹൈക്കമാൻഡിന് എന്ന് പറഞ്ഞാൽ പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും എന്നിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് ഒരാൾ അധികാര കസേരയിൽ തുടരുന്നത് പ്രിയങ്കയ്ക്കും രാഹുലിനും സോണിയയ്ക്കും വിശ്വാസമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ തുടരുന്നത്. അത് ചില ധാർമ്മികതയുണ്ട്, നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. സിദ്ധരാമയ്യ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമോ? ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ മാതൃകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ജയിലിൽ കഴിഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്നൊരു മാതൃക പുതിയ കാലത്ത് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കർണാടകയിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ആരോപണം വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു യെദ്യൂരപ്പ രാജിവെക്കണമെന്ന്. യെദ്യൂരപ്പ രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു ശീലമുണ്ട്, ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ രാജിവെക്കുക എന്നുള്ളത്. അപ്പോൾ സിദ്ധരാമയ്യയെ സംബന്ധിച്ച് ഈ കേസിൽ പ്രോസിക്യൂഷനുള്ള അനുമതി ഗവർണർ കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല. നിയമപരമായി രാജിവെക്കേണ്ട കാര്യമില്ല. വിജിലൻസിൻ്റെ മുന്നിൽ ഹാജരാവാം, മൊഴി കൊടുക്കാം, ചോദ്യം ചെയ്യാം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ കമ്മീഷൻ്റെയൊക്കെ മുന്നാകെ പോയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ മുമ്പിൽ മൊഴി കൊടുക്കാൻ മറ്റേ സോളാർ കേസിൽ പോയിരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് മൊഴി കൊടുത്ത ആളാണ് ഉമ്മൻചാണ്ടി. വേണമെങ്കിൽ ആ പാരമ്പര്യമൊക്കെ പുലർത്താം. ഏതായാലും കർണാടകയെ സംബന്ധിച്ച് സിദ്ധരാമയ്യയുടെ കാര്യത്തിൽ ഇതൊരു അവസരമാക്കി വിനിയോഗിക്കാൻ DK ശിവകുമാർ മുതിരില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായി ഒരു പരാജയമായിരിക്കും. കാരണം സിദ്ധരാമയ്യയെ സംബന്ധിച്ച് ഇത് കൃത്യമായ അഴിമതിയാണ്. 14 പ്ലോട്ടുകൾ പാർവതി എന്ന ഇയാളുടെ ഭാര്യയുടെ പേരിലേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ പേരിൽ 45 കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് ആരോപണം. അപ്പോൾ ഏതായാലും പ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. മൈസൂർ പോലെയുള്ള സ്ഥലത്ത് 45 പ്ലോട്ടുകൾക്ക് 14 പ്ലോട്ടുകൾക്ക് 45 കോടിയേ വിലയുള്ളോ എന്നത് വേറെ തർക്ക വിഷയമാണ്. കാരണം ഒരു പ്ലോട്ടിന് 3 കോടിയായിരിക്കാം ഇപ്പോൾ വിലയിട്ട്. അങ്ങനെയാണ് 45 കോടിയിലേക്ക് എത്തുന്നത്. എങ്ങനെ വന്നാലും ഒരു അഴിമതി കേസിൽപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസിൻ്റെ മുൻപാകെ ചോദ്യം ചെയ്യാൻ വരികയും കോടതി കയറാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കാണും. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും കോൺഗ്രസ് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിംഗായത്ത് സമുദായം അവിടുത്തെ പ്രധാനപ്പെട്ട പ്രബലമായ ഒരു സമുദായമാണ്. അവർ കാലങ്ങളായി അവരുടെ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് DK ശിവകുമാർ ആവണമെന്നായിരുന്നു അവരുടെ ആവശ്യം. റീസെൻ്റ്ലി അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു വീഡിയോ, ലിംഗായത്തിൻ്റെ സമുദായത്തിൻ്റെ മേലധ്യക്ഷൻ്റെ അവിടെ ഇരുന്നിട്ട് സിദ്ധരാമയ്യ ഇരിക്കെ പ്രസംഗിക്കുന്നുണ്ട് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം, ലിംഗായത്ത് സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി വരണം എന്നാവശ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഈ സിദ്ധരാമയ്യയെ അപേക്ഷിച്ച് അങ്ങേറ്റം റിലീജിയസ് ആണ്, മതപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് DK ശിവകുമാർ. അദ്ദേഹത്തെ ലക്ഷ്മിപുര എന്ന് പറയുന്നത് കർണാടകയിലെ ഏറ്റവും ഹിന്ദു മജോറിറ്റിയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ശിവകുമാറിനെ കാണുമ്പോൾ കയ്യിലൊരു 500 ചരടുമൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ മാത്രമല്ല ടാക്റ്റിക്കലായിട്ട് കരുക്കൾ നീക്കുന്ന ഒരാളാണ് DK ശിവകുമാർ. ഇപ്പം നോക്കൂ, സിദ്ധരാമയ്യക്ക് ഒരു ആപത്ത് വന്നിരിക്കുന്നു. ഏറ്റവും ആദ്യം സപ്പോർട്ടായിട്ട് ഓടി വരുന്ന ആരാണ്? ശിവകുമാറാണ്. ശിവകുമാറിനറിയാം ഇപ്പോഴാണ് താങ്ങേണ്ടത്. അയ്യോ, ഒരു പ്രശ്നം വന്നപ്പോൾ സിദ്ധരാമയ്യ പിന്നിൽ നിന്ന് കുത്താനല്ല, കൂടെ നിൽക്കാനും ഞാൻ ഒപ്പമുണ്ടെന്ന് പറയാനും ഒരു കാരണവശാലും ഭയപ്പെടേണ്ട എന്നുള്ള മെസ്സേജ് കൊടുക്കാനും സംഘടനയെ, കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറെടുത്ത ആളെന്ന നിലയിൽ ഈ സിദ്ധരാമയ്യയുടെ ചെലവിൽ ഒരു ഇമേജ് ബൂസ്റ്റിംഗ് ഇപ്പോൾ ശിവകുമാർ നടത്തിയിട്ടുണ്ട്. എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ശിവകുമാർ സിദ്ധരാമയ്യ മാറണമെന്ന് പറയും. അല്ല, അപ്പോൾ പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ നമ്മൾ പാറ പോലെ ഉറച്ചു നിൽക്കണം എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ട് അതിനെ എൻകാഷ് ചെയ്തിരിക്കുകയാണ് ശിവകുമാർ. അപ്പോൾ ശിവകുമാർ കൃത്യമായിട്ട് അറിയാം, എന്തായാലും ഗവർണർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരം കൊടുത്താൽ ബാക്കി പ്രൊസീഡിങ്സ് 1-2 ദിവസമോ മാസമോ ആഴ്ചകളോ മാറ്റിക്കഴിഞ്ഞാലും വിജിലൻസിന് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ ഹർജിക്കാർ വീണ്ടും കോടതി പോകും. ഹർജിക്കാർ കോടതി പോയപ്പോഴത്തേക്കാണ് ഈ കേസ് ഗവർണറുടെ പ്രോസിക്യൂഷൻ പെർമിഷൻ കിട്ടാത്തത് കൊണ്ടാണ് കേസ് മുന്നോട്ട് നീങ്ങാത്തത് എന്നുള്ള സാഹചര്യം വന്നത്. അങ്ങനെയാണ് കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം ഗവർണറുടെ കോർട്ടിലെത്തുന്നത്. കാരണം എന്തുകൊണ്ട് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഗവർണറോട് കോടതി ഉന്നയിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഗവർണർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടി വന്നു. ഇനി അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഹർജിക്കാർ വീണ്ടും കോടതി പോകും. കോടതി പോകുമ്പോൾ അവിടെ കോടതി ഉത്തരവ് പാലിക്കാത്ത തരത്തിലുള്ള നിലപാടിന് സമാധാനം പറയേണ്ടി വരും. ആര്? പോലീസാവട്ടെ വിജിലൻസ് ആവട്ടെ. നമ്മുടെ പോലത്തെ കർണാടകയിൽ വിജിലൻസ് ആണോ എന്ന് എനിക്കറിയില്ല. സമാനമായ ഒരു ഏജൻസി, അന്വേഷണ ഏജൻസി പ്രതിസന്ധിയിലാവും. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും അടുത്ത ദിവസം തന്നെ 1-2 ആഴ്ചകൾക്കുള്ളിൽ സിദ്ധരാമയ്യയ്ക്ക്
നോട്ടീസ് കൊടുത്ത് സിദ്ധരാമയ്യയെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ ജയലളിതയുടെയൊക്കെ കാര്യത്തിൽ ചെയ്ത പോലെ ഒരു ചോദ്യാവലി തയ്യാറാക്കി കൊടുത്ത് മറുപടി എഴുതി വാങ്ങുകയോ ചെയ്യുന്ന നടപടിയിലേക്ക് ഈ അഴിമതി നിരോധന കേസ് അന്വേഷിക്കുന്ന കർണാടകയിലെ ഏജൻസിക്ക് മാറേണ്ടി വരും. ഒരു പക്ഷേ സാങ്കേതികമായെങ്കിലും അറസ്റ്റും രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുഖ്യമന്ത്രി ജാമ്യം എടുക്കേണ്ടി വരും. അതും സംഭവിക്കാൻ പോകും. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും സിദ്ധരാമയ്യ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. വീക്കായിക്കഴിഞ്ഞ് കേസെടുത്ത് കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ട ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് കർണാടകയിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്നെ ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ല. അവരുടെ ആൾക്കൂട്ടമാണ്. കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഉള്ള വാർത്തയ്ക്ക് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നാഷണൽ വൈഡ്. മാത്രമല്ല ഇപ്പോൾ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. മഹാരാഷ്ട്ര ഇലക്ഷൻ ഇപ്പോൾ ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഉടനെ ആ ഇലക്ഷൻ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഇമേജ് ബിൽഡ് ചെയ്യേണ്ടുന്നൊരു സമയത്താണ് സിദ്ധരാമയ്യ ഒരു പ്രതിസന്ധിയിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഡി കെ ശിവകുമാറിനറിയാം തൻ്റെ ഊഴം ഇത് തൻ്റെ അടുത്തേക്ക് ഈ പാത്രത്തിലെ കേക്ക്, അധികാരം ഒരു കേക്കാണല്ലോ, പതുക്കെ നീങ്ങി വരികയാണ്. അപ്പോൾ പിടിച്ചു പറിക്കേണ്ട കാര്യമില്ല. ഈ കേക്ക് സാവകാശം ഇങ്ങോട്ട് തന്നെ വന്നോളും. അതുവരെ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ കൊടുത്ത് കോൺഗ്രസിൻ്റെ ഐക്യം അതാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ടാക്റ്റിക്കൽ മൂവ്മെൻറ്റാണ് ഡി കെ ശിവകുമാർ എടുക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 2-3 ആഴ്ച മുമ്പ് ചെയ്ത ഒരു സംഭാഷണത്തിൻ്റെ ബാക്കി എന്ന നിലയിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കർണാടക സർക്കാർ വീഴുകയാണ്. കാരണം തന്നെ ഈ കേസിൽ കുടുക്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഡി കെ ശിവകുമാറിൻ്റെ കൂടെ ആവശ്യമാണെന്ന് സിദ്ധരാമയ്യയ്ക്കും അറിയാം. സിദ്ധരാമയ്യയും ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് സ്വാഭാവികമായും സിദ്ധരാമയ്യയ്ക്ക് അധികാരത്തിൽ നിന്ന് വിട്ടു പോരേണ്ടി വന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ നെടുക്കപ്പെടരാനുള്ള സാധ്യത പോലുമുണ്ട്. അല്ലെങ്കിൽ സിദ്ധരാമയ്യ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും. ഏതായാലും കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി സങ്കീർണമാവുകയാണ്. BJP കളറിഞ്ഞ് കളിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളതിൻ്റെ ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ കരുതുന്നത് കർണാടകയിൽ സിദ്ധരാമയ്യ പോയിട്ട് ശിവകുമാർ മുഖ്യമന്ത്രിയായി ഒരു സർക്കാർ ഉണ്ടാവാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം പിളർന്നു മാറി BJPയുടെ ഒപ്പം ചേർന്ന് വീണ്ടും BJP സർക്കാർ അധികം ദൂരത്തല്ലാണ്ട് കർണാടകയിൽ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും നിരീക്ഷണവും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.